മലയാളത്തിന്റെ വാനമ്പാടി കെ.എസ്. ചിത്ര നമ്മളുടെ ഹൃദയത്തിലേക്ക് പാട്ടും പാടി കയറിക്കൂടിയത് 1978 തൃശ്ശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലായിരുന്നു. പിന്നീട് വർഷങ്ങൾക്കു ശേഷം സ്കൂൾ കലോത്സവത്തിന്റെ 61ാം എഡിഷനിൽ മുഖ്യ അതിഥിയായി കെ.എസ്. ചിത്ര എത്തി. കോഴിക്കോട് വിക്രം മൈതാനിയിൽ വെച്ച് 78-ൽ 1ാം സ്ഥാനം ലഭിച്ച ഓടക്കുഴലേ ഓടക്കുഴലേ എന്ന ലളിതഗാനം ചിത്രയുടെ ഖണ്ഡനാളത്തിൽ നിന്ന് ഒഴുകിയെത്തിയപ്പോൾ 15,000-ഓളം വരുന്ന സദസ്സ് കാണികളുടെ നിശ്വാസത്തിന്റെ ശബ്ദം പോലും ഇല്ലാത്ത തരത്തിൽ നിശബ്ദമായിരുന്നു. കടലിരമ്പം പോലെയുള്ള കരഘോഷത്തോടെയാണ് ചിത്രയുടെ ഗാനത്തിന്റെ അവസാനം കാണികൾ പ്രതികരിച്ചത്. ആർദ്രമായ ശബ്ദമാധുരിയിൽ പ്രണയവും നിലാവും പൂത്തിറങ്ങും പോലെ നമ്മുടെ മനസ്സിൽ സംഗീതം നിറച്ച രണ്ടുപേരാണ് സുജാതയും ജി വേണുഗോപാലും. ഇരുവരും അടുത്ത ബന്ധുക്കളുമാണ്. എന്നാൽ സ്കൂൾ കലോത്സവവും ഇരുവരും തമ്മിലൊരു ബന്ധമുണ്ട്. അധികം ആരും അറിയാത്ത കൗതുകം നിറഞ്ഞ ഒരു ബന്ധം. 1974 മാവേലിക്കരയിൽ നടന്ന യുവജനോത്സവത്തിൽ ലളിതഗാനത്തിൽ 1ാം സ്ഥാനം സുജാതയ്ക്കായിരുന്നു. പദ്യം ചൊല്ലലിൽ 2ാം സ്ഥാനവും സുജാത കരസ്ഥമാക്കി. തുടർന്ന് 1976 കോഴിക്കോട് നടന്ന സ്കൂൾ യുവജനോത്സവം ലളിതഗാന മത്സരത്തിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സുജാത മത്സരിക്കുന്നു. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ജി വേണുഗോപാലും. സുജാത പ്രശസ്തയാണ്, വേണുഗോപാൽ പ്രശസ്തിയിലേക്ക് എത്തിയിട്ടില്ല. 1ാം സ്ഥാനം സുജാതയ്ക്ക് ലഭിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ ലളിതഗാന മത്സരത്തിൽ സുജാതയ്ക്ക് 2ാം സ്ഥാനമാണ് ലഭിച്ചത്. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ വേണുഗോപാലിന് 1ാം സ്ഥാനം ലഭിക്കുകയും ചെയ്തു. അന്ന് സുജാതയെ പിന്തള്ളി 1ാം സ്ഥാനത്തെത്തിയ മിടുക്കിയുടെ പേര് ബി അരുന്ധതി എന്നായിരുന്നു. അരുന്ധതി പിന്നീട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും അറിയപ്പെടുന്ന പിന്നണി ഗായികയായി മാറി. പിന്നീട് കൊല്ലം SN വിമൻസ് കോളേജിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് വിഭാഗത്തിൽ മേധാവിയായും സേവനമനുഷ്ഠിച്ചു. സുജാതയ്ക്ക് ലളിതഗാനം ലഭിച്ച മാവേലിക്കര കലോത്സവം മറ്റൊരു പ്രതിഭയുടെ കൂടി ഉദയത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേൽ ഇഷ്ടമായി നിന്നെ എൻ പുണ്യമേ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു എന്ന ഗാനം ഉൾപ്പെടെ തമിഴിലും മലയാളത്തിലും കന്നഡയിലും ഹിന്ദിയിലുമായി 200-ലധികം ഗാനങ്ങൾ ആലപിച്ച ശ്രീനിവാസ് ആയിരുന്നു അത്. ശാസ്ത്രീയ സംഗീതത്തിലായിരുന്നു ശ്രീനിവാസിന് 1ാം സ്ഥാനം ലഭിച്ചത്. 1986 സ്കൂൾ കലോത്സവം നൽകിയ പ്രതിഭകളിൽ പ്രധാനിയാണ് മിൻമിനി. ലളിതഗാനത്തിലാണ് മിൻമിനിക്ക് 1ാം സ്ഥാനം ലഭിച്ചത്. പിന്നീട് പ്രശസ്ത സിനിമാ സംവിധായകൻ മണിരത്നം സംവിധാനം ചെയ്ത റോജ എന്ന ചിത്രത്തിൽ AR റഹ്മാന്റെ ആദ്യ സംഗീത സംവിധാനത്തിൽ ചിന്ന ചിന്ന ആശൈ എന്ന ഗാനം ആലപിച്ചുകൊണ്ട് മിൻമിനി സിനിമാ പിന്നണി ഗാനരംഗത്തെ പ്രഗത്ഭരുടെ നിരയിൽ ഇടം പിടിക്കുകയും ചെയ്തു. 1988 തിരുവനന്തപുരത്ത് നടന്ന 2ാമത്തെ സ്കൂൾ കലോത്സവത്തിൽ കർണാട്ടിക് മ്യൂസിക്കിൽ 1ാം സ്ഥാനം യേശുദാസിനും മൃദംഗവാദനത്തിൽ 1ാം സ്ഥാനം P ജയചന്ദ്രനുമായിരുന്നു. സമാപന സമ്മേളനത്തിൽ യേശുദാസിന്റെ കച്ചേരിക്ക് ജയചന്ദ്രൻ മൃദംഗം വായിക്കുകയും ചെയ്തു. മലയാള സിനിമാ പിന്നണി ഗാനലോകത്തിന്റെ ചരിത്രവുമായും സ്കൂൾ കലോത്സവം ഇഴചേർന്ന് കിടക്കുന്നു. അറിയപ്പെടുന്നതും അത്ര അറിയപ്പെടാത്തതുമായ സംഭവങ്ങളിലൂടെ ഒരു ചെറിയ യാത്ര. തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ സമയത്ത് പ്രാധാന്യമുള്ള കണ്ടന്റുകളുമായാണ് ട്രെൻഡ് ന്യൂസ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.